എറണാകുളത്തുള്ള കേരള സ്റ്റേറ്റ് ലെവൽ ഒരു ടൂർണമെൻറ്റാണ് ക്വാർട്ടർ ഫൈനൽ. ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതാണ് എൻ്റെ പിള്ളേരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന റാക്കറ്റ് അല്ലെങ്കിൽ പാഡിൽ US ബാൻ ചെയ്താണ്. അതുകൊണ്ട് അത് വെച്ചിട്ട് കളിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഓപ്പണൻറ്റ് ക്ലെയിം ചെയ്തത്. വേറെ അത് ചെക്ക് ചെയ്തിട്ട് ശരിയാണെന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എൻ്റെ പിള്ളേർ. പക്ഷേ ആ ടെൻഷൻ എനിക്കില്ലായിരുന്നു. കാരണം നമ്മൾ റാക്കറ്റ് കാണുന്നതിന് മുന്നേ നമ്മൾ ഒരു മരത്തിൻ്റെ റാക്കറ്റ് കൊണ്ട് കളിച്ച നമ്മളോടോ ബല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് റാക്കറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ തന്നെയുള്ള വേറെ ഒരു റാക്കറ്റ് എന്നെ അറേഞ്ച് ചെയ്തു. അപ്പോഴേക്കും ഹനീൻ എവിടെ നിന്നോ ഓടിപ്പോയിട്ട് നല്ലൊരു റാക്കറ്റായിട്ട് വന്നു. പക്ഷേ ആ റാക്കറ്റ് ചിലപ്പോൾ എനിക്ക് സൂട്ടാവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഞാനതിൽ ചിലപ്പോൾ കംഫർട്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് നമ്മുടെ പയ്യന്മാരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു റാക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ പിള്ളേരൊക്കെ ഫുള്ള് ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, റാക്കറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യും ചില സമയത്ത് കളികൾക്ക്. പക്ഷേ അതിലൊന്നല്ല കാര്യം, നമ്മൾ നമ്മുടെ സ്കില്ലിൽ ഇതായാൽ മതി. അന്നെ കൊടുന്ന ഒരു റാക്കറ്റ് പിടിച്ചുകൊണ്ട് വന്നാണ്. നല്ല റാക്കറ്റായിരുന്നു. പക്ഷേ ഡൗട്ട് ഇത്രയും നല്ല റാക്കറ്റ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഷോട്ടെല്ലാം പുറത്ത് പോകുന്നില്ല. അതുകൊണ്ട് ഞാനത് വേണ്ട, നമ്മുടെ കയ്യിലൊരു ആവറേജ് ക്വാളിറ്റിയുള്ള വേറെ റാക്കറ്റ് ഉണ്ടായിരുന്നു. ആ റാക്കറ്റ് കിട്ടുന്നവരെ അപ്പോൾ നമ്മുടെ മാച്ച് അപ്പുറത്ത് ഫസ്റ്റ് കോർട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാന്നുള്ള ഇതിലിങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ അടുത്ത വീഡിയോ കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ സ്കില്ലും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് റാക്കറ്റ് ആയാലും കുഴപ്പമില്ല, നമുക്ക് കളിച്ച് ജയിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവുന്നുണ്ട്. എൻ്റെ പിള്ളേരൊക്കെ ഫേസ് നോക്കിയാൽ അറിയാം, എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അവരോട് ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച റാക്കറ്റ് വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇനി കളിക്കാൻ പോകണം. കളി ഞാൻ കാണിച്ചാൽ ഇത് ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത വീഡിയോ കാണണം, അവിടെയാണ് എൻ്റെ ബാക്കിയുള്ള റിസൾട്ട്. ഞാൻ ആരെയും തെറ്റ് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാഡിൽ കൊണ്ടുവന്ന് കളിക്കാൻ വരുമ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് ബാൻ ഉണ്ടോ ഇല്ല. അപ്പോൾ അതെൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. പക്ഷേ ഞാനതൊരു അവസരമാക്കി എൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാലും എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കാനും ചെയ്തത്. ഒരു റിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ സ്റ്റുഡൻസിന്.